ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് പറാത്തയും ചിക്കൻ വഴറ്റിയതും ഉണ്ടാക്കാം. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഒന്ന് ചുട്ടെടുക്കാം. അത് ഇച്ചിരി ടേസ്റ്റ് കൂടും കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ഗ്യാസിൽ വെച്ച് ചുട്ടെടുത്താൽ നല്ല മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അതൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം വെള്ളമെല്ലാം പോകുന്ന ചിക്കനാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു മുളക് പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. ചിക്കന് വെള്ളം പോകാൻ വഴറ്റി ആയതുകൊണ്ടാണ് വെള്ളം പോകാൻ വെച്ചത്. തൈര് 2 സ്പൂൺ, തൈരും ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലവണ്ണം അരപ്പത പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് സമയം അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി ഇഞ്ചി, കുരുമുളക് കല്ലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു ഉരുളിക്കകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കടുക്, മുളക്, വറ്റൽമുളക് ഒരു 2-3 മതി, കരിവേപ്പില, അതിലേക്ക് ഉള്ളി വഴറ്റാനിടണം. ഒരു 6 ഉള്ളി ഞാൻ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. 6 സവാള, വലിയ സവാള. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എനിക്ക് കയ്യിൽ ചേർക്കുന്നതാണ് ഇഷ്ടം. അതാണ് ഞാൻ കയ്യിലങ്ങ് വെക്കുന്നത്. ഒരളവായിട്ട് വരും. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് ചതച്ച് വെച്ചിരുന്നില്ലായിരുന്നു വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും കൂടെ ആവശ്യത്തിന് നല്ലതായിട്ട് വഴറ്റണം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കണം. തീ കുറച്ച് മീഡിയം ലെവലിലിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ചപ്പാത്തിക്കുള്ള റെഡിയാക്കാം. പറാത്ത നാല് തവി ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം ഉപ്പ് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക. വലിയായിട്ട് ഇടിച്ച് കുഴയ്ക്കൊന്നും വേണ്ട, നോർമലി കുഴച്ച് കൊടുക്കണം. ഉരുട്ടി നല്ലതായിട്ട് വളമൊന്നും ഇല്ലാതൊരു നല്ലതായിട്ട് ഉരുട്ടി അത്ര സോഫ്റ്റ് ആവുള്ളൂ. നമ്മുടെ ഉള്ളി കുറച്ച് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ മതി. അല്ല, ഒരു 5 സ്പൂൺ. ടീസ്പൂൺ ആകുമ്പോൾ 5 സ്പൂണെങ്കിലും ഇടണം. വലിയ സ്പൂണാണെങ്കിൽ ഒരു 3 സ്പൂൺ ഇട്ടാൽ മതി. മുളക് പൊടി നല്ലതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നല്ലതായിട്ട് ഉള്ളിയിൽ മിക്സ് ചെയ്യണം. നല്ല വൃത്തിക്ക്
നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ആ മസാലയെല്ലാം അത് പിടിക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമുക്കിത് അടച്ച് വെക്കാം. തീ കുറച്ച് എണ്ണം മീഡിയം ലെവലിൽ ഇട്ടാൽ മതി. അപ്പോഴത്തേന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ആദ്യം ബോൾ വെക്കണം. ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കണം. ബോളിനോളം ഉണ്ട്. പൊടി ആട്ടയ്ക്കകത്ത് തന്നെ മുക്കിയെടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. പൊടി ചേർത്ത് പരത്തുവാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അത് നല്ലതായിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കണം. കുറച്ച് എണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. തൂത്ത് ബ്രഷും വെച്ചോ കൈ വെച്ചോ സ്പൂണും വെച്ചോ ഒന്ന് തൂത്ത് കൊടുക്കണം. എന്നിട്ടത് ഫോൾഡ് ചെയ്യുക. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിന്നെ ഇച്ചിരൂടെ എണ്ണ തൂക്കുക. എണ്ണ ഒത്തിരി ഉപയോഗിക്കാൻ വിയർക്കുക. എണ്ണ തൂത്തില്ലേലും കുഴപ്പമില്ല. ആദ്യത്തെ പ്രാവശ്യം മാത്രം ഇച്ചിരി എണ്ണ തൂത്താൽ മതി. എന്നിട്ട് ഇത് കൂട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും മുക്കിയെടുക്കുക. അട്ട മുക്കിയെടുത്ത് പരത്തിയെടുക്കണം. ഒത്തിരി കട്ടി വേണ്ട, നോർമൽ കട്ടിയിൽ പരത്തി ഇങ്ങനെ എണ്ണ തൂത്ത് കൊടുത്താൽ നല്ല ലെയറായിട്ട് ഇങ്ങനെ വരും. ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് പരത്തി വെക്കാം. ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ ഒരുമാതിരി വെന്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് ഇച്ചിരി മസാലപ്പൊടി, ഗരം മസാല ഇട്ടു. പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയാണ്. മസാല ഇട്ടു കുറച്ച്. ഇട്ടൊന്ന് ഇളക്കി, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ടാലും ഇടയ്ക്ക് അതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു വശം ചൂടായി കഴിയുന്നുണ്ട് തിരിച്ചിടണം. തീ കൂട്ടിയിടണം കേട്ടോ. കണ്ടോ നല്ലതായിട്ട് 2 പ്രാവശ്യം തിരിച്ചിട്ടാൽ മതി. കണ്ടോ നല്ലതായിട്ട് വെന്തിട്ട് തീ കൂട്ടിയിടണം. എണ്ണയോ നെയ്യോ എന്തുവാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇച്ചിരുന്ന് തൂവി കൊടുക്കണം പുറത്ത്. ഇത്ര നമ്മളെല്ലാം ചുട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഒരുമാതിരി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയല്ല പറാത്ത എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ എന്ത് സോഫ്റ്റാണ്. ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ ഇത് നമുക്ക് ഒരു ദിവസമൊക്കെ ഫുള്ളായിട്ടിരുന്നാലും ഇങ്ങനെ കട്ടിയൊന്നും ആവത്തൊന്നുമില്ല. ട്രെയിനിലൊക്കെ കൊണ്ടുപോകേണ്ടവർക്ക് ഇങ്ങനെ ചുട്ടു കൊണ്ടുപോയാൽ 2 ദിവസമൊക്കെ ഇരിക്കും. ഇത് നമ്മുടെ ചിക്കൻ ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാലും നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല, മല്ലിയില തൂവി, ചിക്കൻ നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം കേട്ടോ. ചപ്പാത്തി
ചപ്പാത്തിന്ന് എപ്പോഴും വരത്തുള്ളൂ കേട്ടോ പറാത്ത. നമ്മുടെ പൊറോട്ട അല്ല, നോർത്ത് ഇന്ത്യൻ്റെ പറാത്ത. ചിക്കനുമൊക്കെ കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്